ടെക് കൊലാബറേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരീഷ് കൊണ്ടൂർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ESP32 അല്ലെങ്കിൽ ESP8266 പോർട്ട് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഡിവൈസ് മാനേജറിൽ വരിക. ഇവിടെ സെർച്ച് ചെയ്താൽ ഡിവൈസ് മാനേജർ നമുക്ക് കിട്ടും. സീരിയൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ഞാനത് USB കേബിളുമായിട്ട് എൻ്റെ ESP8266 കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ റീകണക്ട് ചെയ്യാം. ഇപ്പോഴും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ICയുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ESP8266 ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോഡ്യൂളിൽ IC എന്ന് പറയുന്നത് ഇതാണ്. ഇത് CH340 എന്ന് പറയുന്ന ഒരു IC ആണ്. ഇതെല്ലാം ചൈനീസ് മാനുഫാക്ചേഴ്സ് ആണ്. ESP32 ഉപയോഗിച്ചിരിക്കുന്നത് CP210 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്, കമ്മ്യൂണിക്കേഷൻ ചിപ്പാണ്. അതേപോലെ ആർഡിനോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് CP210 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചിപ്പായിരിക്കും മിക്കവാറും ഡെവലപ്മെൻറ്റ് മോഡ്യൂൾസിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ നീളത്തിലുള്ള ചിപ്പാണെങ്കിൽ അത് CH340 ആയിരിക്കും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാകാൻ പറ്റും. ഈ സ്ക്വയർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് CP210 ആയിരിക്കും. അത് നോക്കുക ചിപ്പിൻ്റെ പേര് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഓരോ ഡ്രൈവറും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു ബ്രൗസർ തുറക്കുക. നമുക്ക് ആദ്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. CH340 ഡ്രൈവർ WCH.cn. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കൂടെ ഡയറക്റ്റ് ചെയ്ത് കിട്ടും. ഇതാണ് നമ്മുടെ ഡ്രൈവർ, ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഉണ്ട്. ഇതെല്ലാം ഈ ഒറ്റ ഡ്രൈവർ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡൗൺലോഡ് ഫോൾഡറിലോട്ട് പോവാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം, റൺ കൊടുക്കുക. ഇങ്ങനൊരു വിൻഡോ വരും. ഇതിൽ ഇൻസ്റ്റാൾ, ആ സമയത്ത് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഡ്രൈവർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഡിവൈസ് മാനേജർ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിവൈസ് മാനേജർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റീകണക്ട് ചെയ്യാം. ഇവിടെ പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് COM5 ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഡ്രൈവർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് COM പോർട്ട് വിസിബിൾ ആണ്. നെക്സ്റ്റ് ഡ്രൈവർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. 210 ഡ്രൈവർ. ഇത് ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നാവിഗേറ്റ് ചെയ്യുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡിഫറെൻറ്റ് OSനുള്ള എല്ലാ വേർഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നോക്കിക്കഴിഞ്ഞാൽ ലിനക്സിൻ്റെ അവൈലബിൾ ആണ്, മാക്കിൻ്റെ അവൈലബിൾ ആണ്, ഇവൻ ആൻഡ്രോയിഡിൻ്റെ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസ് 10ൻ്റെ ആണെങ്കിൽ വിൻഡോസ് 10, അതർ പ്ലാറ്റ്ഫോം ആണെങ്കിൽ വിൻഡോസിൻ്റെ ഏതാണോ പ്ലാറ്റ്ഫോം അതിനനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരിക. ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഹിയറോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡറിലൊക്കെ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഇത് രണ്ടും ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുന്ന 64 ആണ്. ചില വെബ് സിസ്റ്റങ്ങളിൽ ഇതായിരിക്കും സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിക്കുക. ഈ ഒരു വിൻഡോ ആണ് വരേണ്ടത്. നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ്. ഇതിൽ COM5 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസിൽ. ഇത് നെക്സ്റ്റ് ചിപ്പാണ്. അതിൽ COM6 ആയിട്ടാണ് ഇതിൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. സോ ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ IC കൃത്യമായി തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.